ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കുതിര ഓടിക്കാം. എന്റെ മനസ്സിലൊരു കുതിരക്കാരെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനടുത്ത് ഇടയ്ക്ക് വിഴിഞ്ഞ കുതിരക്കാരൻ്റെ അടുത്ത് വയറ്റി കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ മോനാണ്, ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് കുതിരക്കാരനുണ്ടെന്നാ പറഞ്ഞു. എനിക്ക് കുതിര ഓടിക്കണം. അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ എന്തുണ്ട്? എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ട്. വൈകുന്നേരം ഒരു ചാത്തന്റെ സാധനം എടുത്തേ കേട്ടോ. എന്തിനാ ഈ സൈക്കിൾ ബാലൻസ് ക്ലിയർ ചെയ്ത് വിടാനാ. ഞാൻ ഒരു കാര്യം പറട്ടെ, അപ്പൊ ആളെ വേണമെന്നല്ലേ പറഞ്ഞു. അതെ, ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ്? പക്ഷെ വേറൊരു കാര്യം, ആളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ തെറി വിളിക്കാനായിട്ട് നിൽക്കരുത്. ആരാണെന്ന് പറയൂ. വേറെ ആരുമല്ല. ആരാ? ബ്രിട്ടോ. ബ്രിട്ടോയാ? ആ, ബ്രിട്ടോളാ ഇപ്പം. ബ്രിട്ടോയാ കുതിര പണിക്കാരനായിട്ട് ഇവിടെ വന്നിട്ട് എന്റെ ഭാര്യയെ കൊണ്ട് ഒളിച്ചോടി അവനാ ഇവിടെ വീണ്ടും വരുന്നത്. വിട്ടോളം ജോണി ഇവിടുന്ന്. മുതലാളി അങ്ങനെ പറയരുത്. ഞാൻ ഇവിടെ തപ്പാനായിട്ടൊരു സ്ഥലമില്ല. ഞായറാഴ്ച മത്സരമാണ്. 1 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായിട്ട് കിട്ടാൻ പോണത്. എന്നാലും അവനെയൊക്കെ പിടിച്ച് വീണ്ടും കൊണ്ടുവരികയെന്ന് പറഞ്ഞാ മുതലാളി, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ കുതിര എന്ന് പറഞ്ഞാൽ ആർക്കും മെരുങ്ങാത്ത കുതിരയാണ്. ഈ ബ്രിട്ടോ വന്നാൽ മാത്രമേ ആ കുതിര മെരുങ്ങൂ. അത് മുതലാളി മനസ്സിലാക്കണം. എന്നാ ഓക്കെ, ബ്രിട്ടോ വന്നാ ബാക്കി കാര്യങ്ങളെല്ലാം നീ ചെയ്തേക്കണം. എന്നെ വിളിക്കരുത് ഒരു കാര്യത്തിന്. മുതലാളി അവരെ അത്രയ്ക്ക് ഇഷ്ടമല്ല. പേടിക്കണ്ടെന്ന് ഞാൻ ഏറ്റവും മുതലാളി. ഞാൻ നോക്കിക്കോളാം. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു? കുതിരക്കാരനല്ലേ, ഡ്രസ്സിൽ മനസ്സിലായില്ലെങ്കിൽ ഡയലോഗിൽ മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. എനിക്ക് ഈ സോ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ചൊറിയുന്ന വർത്താനം എന്നെ പറയുന്ന കാര്യം തരും. ഞാൻ എന്തൊരു തെറ്റിയത് എന്തോന്നാ, നിങ്ങളുടെ കയ്യിൽ 2 തേങ്ങയുണ്ട്. അതിൽ നിന്ന് ഒരു തേങ്ങ ഞാൻ എടുത്തോണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചമ്മന്തി ഇറക്കി ഒരു തേങ്ങ എടുത്തോണ്ട് പോകണമെങ്കിൽ പോട്ടെ. എനിക്ക് എന്റെ കയ്യിൽ ഒരു തേങ്ങ ഇരിപ്പുണ്ടല്ലോ, എനിക്ക് ചമ്മന്തി ഇറക്കിയായി. എന്തോ കഷ്ടമാന്ന് പറ മുതലാളി. ഞാൻ പറഞ്ഞ അവന് മനസ്സിലായില്ല. എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിലൊരു ആപ്പിൾ മുതലാളി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ജോണി, നിനക്ക് മേജിക് അറിയാവോ? അവിടെ പറഞ്ഞിട്ട് കേറാത്ത തേങ്ങ ആപ്പിളാക്കി എന്റെ കൊടുക്കുന്ന ഞാൻ എന്ത് ചെയ്യാൻ ജോണി? ഞാൻ അങ്ങനെ എന്തിനാണ് അത് എന്റെ കൊടുത്ത? അതെ ജോണി സാർ, കാര്യം ചോദിച്ചു, ഈ ട്രോഫി എന്തിനു കിട്ടിയത്? ഓ, ഇവിടെ പണിക്ക് നിന്നിട്ട് ഈ ബംഗ്ലാവിനകത്തോട്ട് ഇതുവരെ കയറിയിട്ടില്ല, പുറംപടിയായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഇത് 2018 മുതലാളിയുടെ കുതിര ഓടി നേടിയതാണ്. ജോണി, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2017 സോറി മുതലാളി. അതാ ഇപ്പുറത്തിരിക്കുന്ന ട്രോഫി എന്തിനു കിട്ടിയതാ? അപ്പുറത്തിരിക്കുന്ന ട്രോഫി 2019 മുതലാളിയുടെ കുതിര ഓടി നേടിയതാണ്. ജോണി, അതിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2018. സോറി മുതലാളി, സോറി, എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഈ വലിയ ട്രോഫി എന്തിനു കിട്ടിയതാ? വലിയ ട്രോഫി 2024 മുതലാളിയുടെ കുതിര ഓടിയിട്ട് കിട്ടിയില്ല. അങ്ങനെ മുതലാളി കമ്മിറ്റിക്കാരുടെ കാല് പിടിച്ചു. എന്നിട്ട് കൊടുക്കാഞ്ഞിട്ട് ഈ കഴിപ്പണം കെട്ട മുതലാളി അവിടെ നിന്ന് എടുത്തോണ്ട് ഓടിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വെച്ച ട്രോഫിയാണ് ഇത്. അല്ല, ഞാൻ അങ്ങനെ മോശമായി പോയിട്ടാ. ഈ ട്രോഫിയൊക്കെ മോട്ടിച്ചോണ്ട് മുതലാളിയില്ലേ? എന്ത് മോശം? ഇയാൾക്ക് നാണക്കല്ല ആൾക്കാർ മോട്ടിച്ചെടുത്തോണ്ട് പോയാ. എടാ, ഞാനൊരു ട്രോഫി അല്ലേ എടുത്തോണ്ട് പോയത്. അല്ലാതെ എന്റെ വീട്ടിൽ കുതിര പഠിക്കാനായിട്ട് വന്നിട്ട് എന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ഓടിയല്ലോ ഞാൻ. പണ്ട് ഞാൻ ഇവിടെ ജോലിക്ക് നിന്നപ്പോഴത്തേക്ക് എനിക്ക് ശമ്പളം എത്രയെന്ന് അറിയാം? 250 രൂപയും ഒരു പൊരിച്ച മീനും 2 വെളുത്തുള്ളി. വെളുത്തുള്ളി? അനാവശ്യ കാര്യം പറയല്ലേ. സവാള അനാവശ്യം വെളുത്തുള്ളി വെച്ച് കൊടുക്കണ്ടേ? സവാളായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചിട്ട് ഈ മുതലാളിയുടെ ഭാര്യയെ വിളിച്ചോണ്ട് പോയിട്ട് നിങ്ങൾ എങ്ങനെ നോക്കുന്നത്? അതിന്റെ കാര്യം വല്ലതും അറിയാവോ? ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. വിളിച്ചോണ്ടോക്കി ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് ഉണ്ണാനും കൊടുക്കാൻ എന്റെ തറവാട്ടി ഉണ്ട്. നിനക്ക് എന്തോ ഉണ്ണാവുണ്ടെന്നാണ്. കേക്കണം ജോണി, എന്റെ അച്ഛൻ സുചീന്ദ്രൻ ഇപ്പോഴും ഉണ്ടാണ്. ഇപ്പോഴും ഉണ്ട്. അയാൾ എന്താ പരിപാടി എന്നറിയാവോ? ചോറില് മൂക്കുപൊടി ഇട്ട് ഇങ്ങനെ ഇളക്കി വെച്ചു കൊടുക്കും. കാക്ക വന്ന് ഇത് എടുത്ത് തിന്നിട്ട് ഏതെങ്കിലും ചില്ലയെ പോയിരുന്നിട്ട് ഇത് തുമ്മി കറങ്ങി തഴയെ വീഴും. എന്നിട്ട് അതിനെ പിടിച്ചോണ്ടൊന്ന് ചുട്ട് തിന്നുന്നതാണ് എന്റെ അച്ഛൻ. അവൻ ഭയങ്കര ഉണ്ണാനുണ്ടത്. എവിടെയാ ഉണ്ണാനുള്ളത്? കാക്കത്തൂരാണ് ഇപ്പോഴും തൂവലൊന്നുമില്ല. പിന്നെ നിങ്ങളെ ഒപ്പം ഭയങ്കര ക്യാമനായിരുന്നു. എന്താ പറഞ്ഞ? കിഴങ്ങ് മോടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മുതലാളിയുടെ പപ്പയെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ മുതലാളിയുടെ പപ്പയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. നോ, മുതലാളിയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഞാൻ. അവൻ മുതലാളിയുടെ പപ്പയെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞു. ആരാണെങ്കിലും പപ്പ ആരാണ് അറിയത്തില്ല. അറിയത്തില്ല. മുതലാളിയുടെ പപ്പ ആരാണെന്ന് അറിയത്തില്ല. പഞ്ചായത്ത് ഓഫീസർ ആയിരുന്നു മുതലാളിയുടെ പപ്പ. പഞ്ചായത്ത് ഓഫീസറോ ജോണി? വില്ലേജ് ഓഫീസർ ആയിരുന്നു മുതലാളിയുടെ പപ്പ. വില്ലേജ് ഓഫീസറോ ജോണി? തഹസിൽദാറായിരുന്നു മുതലാളിയുടെ. തഹസിൽദാറോ ജോണി? കളക്ടറായിരുന്നു മുതലാളിയുടെ പപ്പ. കളക്ടറോ ജോണി? ഇപ്പൊ തന്നെ 5 പപ്പ എനിക്കായി. ജോണി ആരാന്ന് പറ. മുതലാളിയുടെ പപ്പയുടെ പണി എന്ന് വരുന്നത് എന്റെ പപ്പ കുതിര പോലീസ്. കുതിര പോലീസ്. ഈ മുതലാളിയുടെ പപ്പ റിട്ടയർ ചെയ്യുന്ന സമയത്ത് മുതലാളിയുടെ ഉപ്പും ചോറും തിന്ന് നടന്നവനാണ് ഞാൻ. മനസ്സിലായോ ജോണെ? ഞാനത് പറയും മുതലാളി, ഞാനത് പറയും. റിട്ടയർ ചെയ്യുന്ന സമയത്ത് 15 വർഷം സ്വന്തം മോനെ പോലെ നോക്കിയ കുതിരയുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് റിട്ടയർ ചെയ്യണമെന്നൊരു ആഗ്രഹം. അങ്ങനെ നേരെ അനുഗ്രഹം മേടിക്കാൻ പിറകാലിനെ അങ്ങോട്ട് ചെന്നു, ഒരൊറ്റ തൊഴി മുഖത്തിട്ട് വീട്ടിലെ